ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ എല്ലാ തലങ്ങളെയും ബാധിക്കുന്ന നിർണായകമായ ഒരു വിഷയത്തിലേക്ക് കടക്കുകയാണ്. മാനസികാവസ്ഥയും മാനസികാരോഗ്യവും. നമ്മൾ ചിന്തിക്കുന്നതും അനുഭവിക്കുന്നതും നമ്മുടെ വിജയത്തെയും മൊത്തത്തിലുള്ള നമ്മുടെ ക്ഷേമത്തെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട്. അതിനാൽ നമുക്കിന്ന് ചർച്ച ചെയ്യാം വളർച്ചാ മനോഭാവത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങളെ എങ്ങനെ മറികടക്കാം, വിജയം കൈവരിക്കുന്നതിനുള്ള മാനസികാരോഗ്യം നിലനിർത്തുന്നതിനുള്ള വഴികൾ എന്തൊക്കെയാണ്? ആദ്യം നമുക്ക് മാനസികാവസ്ഥയെക്കുറിച്ച് സംസാരിക്കാം. ലോകത്തെയും നമ്മെ തന്നെയും വീക്ഷിക്കുന്ന ലെൻസാണ് നമ്മുടെ മൈൻഡ് സെറ്റ്. അത് നമ്മുടെ വിശ്വാസങ്ങളെയും മനോഭാവങ്ങളെയും പ്രവർത്തനങ്ങളെയും രൂപപ്പെടുത്തുന്നു. മനഃശാസ്ത്രജ്ഞനായ കാരോൾ ഡെക്ക് സ്ഥിരതയും വളർച്ചാ മനോഭാവവും എന്ന ആശയങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങളുടെ കഴിവുകൾ നിശ്ചലവും മാറ്റമില്ലാത്തതുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുമ്പോഴാണ് ഒരു സ്ഥിരമായ മാനസികാവസ്ഥ നിങ്ങളിൽ ഉണ്ടാകുന്നത്. മറുവശത്ത് നിങ്ങളുടെ കഴിവുകൾ അർപ്പണബോധത്തോടെയും കഠിനാധ്വാനത്തിലൂടെയും വികസിപ്പിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് വളർച്ചാ മാനസികാവസ്ഥ. വളർച്ചാ മനോഭാവം വിജയത്തിന് അത്യാവശ്യമാണ്, കാരണം അത് പ്രതിരോധശേഷിയും പഠനശേഷിയും വളർത്തുന്നു. വെല്ലുവിളികളെ സ്വീകരിക്കാനും പരാജയങ്ങളെ അഭിമുഖീകരിച്ച് നിൽക്കാനും പരിശ്രമത്തെ വൈദഗ്ധ്യത്തിലേക്കുള്ള പാതയായി കാണാനും ഇത് നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. വളർച്ചാ മനോഭാവമുള്ള ആളുകൾക്ക് അവരുടെ ലക്ഷ്യം നേടാനും പരാജയങ്ങളിൽ നിന്ന് തിരിച്ചു വരാനുള്ള കൂടുതൽ കഴിവും സാധ്യതയുമുള്ളവരാണ്. വിജയം ഒരു യാത്രയാണെന്നും ലക്ഷ്യസ്ഥാനമല്ലെന്നും അവർ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ പൂർണ്ണശേഷിയിലെത്തുന്നതിൽ നിന്ന് നിങ്ങളെ തടയുന്ന ചിന്തകളാണ് പരിമിതപ്പെടുത്തുന്ന വിശ്വാസങ്ങൾ. എനിക്ക് അതില്ല, മതിയായതില്ല, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ കഴിയില്ല, അത് എന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ അവർ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. പരിമിതമായ വിശ്വാസങ്ങളെ മറികടക്കാൻ അവയെ തിരിച്ചറിയുന്നതിലൂടെ നമുക്ക് ആരംഭിക്കാം. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കുള്ള നിഷേധാത്മകമായ ചിന്തകൾ എഴുതി അവയെ നിങ്ങൾ വെല്ലുവിളിക്കുക. സ്വയം ചോദിക്കുക, ഇത് ശരിക്കും ശരിയാണോ? പലപ്പോഴും ഈ വിശ്വാസങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് നിങ്ങൾ കണ്ടെത്തും. അവയെ പോസിറ്റീവ് സ്ഥിരീകരണങ്ങൾ ഉപയോഗിച്ച് മാറ്റി നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് ചെറിയ ചുവടുകൾ എടുക്കുക. ഒരു പോസിറ്റീവ് മാനസികാവസ്ഥ നിലനിർത്തുന്നതിന് മാനസികാരോഗ്യം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. നിങ്ങളുടെ വൈകാരികവും മാനസികവും സാമൂഹികവുമായ ക്ഷേമത്തെ പരിപാലിക്കുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. നല്ല മാനസികാരോഗ്യം നിലനിർത്തുന്നതിനുള്ള ചില വഴികളിതാ. 1. സ്വയം പരിചരണം പരിശീലിക്കുക. വിശ്രമിക്കാനും നിങ്ങൾ ആസ്വദിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും സമയം കണ്ടെത്തുക. 2. സജീവമായി തുടരുക. പതിവായി വ്യായാമം ചെയ്യുക. നിങ്ങളുടെ മാനസികാവസ്ഥ വർദ്ധിപ്പിക്കുന്നതിനും സമ്മർദ്ദം കുറയ്ക്കുന്നതിനുമുള്ള ഒരു മികച്ച മാർഗമാണ് വ്യായാമം. 3. മറ്റുള്ളവരുമായി ബന്ധപ്പെടുക. സുഹൃത്തുക്കളുമായും കുടുംബാംഗങ്ങളുമായും ശക്തമായ ബന്ധം നിലനിർത്തുക. 4. ആവശ്യമുള്ളപ്പോൾ സഹായം തേടുക. നിങ്ങൾ നല്ല രീതിയിൽ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു മാനസികാരോഗ്യ പ്രൊഫഷണലുമായി സംസാരിക്കാൻ ഒരിക്കലും മടി കാണിക്കരുത്. 5. മൈൻഡ്ഫുൾനെസ്സും ധ്യാനവും. ഈ പരിശീലനങ്ങൾ നിങ്ങളെ അടിസ്ഥാനപരമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാനും നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കാനും സഹായിക്കും. വിജയകരമായ പല ആളുകളും അവരുടെ നേട്ടങ്ങൾക്ക് കാരണം വളർച്ചാ മനോഭാവവും നല്ല മാനസിക ആരോഗ്യവും നിലനിർത്തുന്നതാണെന്ന് അവരുടെ പുസ്തകങ്ങൾ വായിച്ചാലും അവരുടെ ഇൻ്റർവ്യൂകൾ ശ്രദ്ധിച്ചാലും നമുക്ക് കാണാൻ സാധിക്കും. അത്ലറ്റുകളോ സംരംഭകരോ കലാകാരന്മാരോ ആകട്ടെ, അവരുടെ കഥകൾ മഹത്വം കൈവരിക്കുന്നതിനുള്ള മാനസികാവസ്ഥയുടെയും മാനസികാരോഗ്യത്തിൻ്റെയും ശക്തി ഉയർത്തിക്കാട്ടുന്നു. ഓർക്കുക, വിജയം കഠിനാധ്വാനം മാത്രമല്ല, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ എങ്ങനെ ചിന്തിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു എന്നതിനെക്കുറിച്ച് കൂടിയാണ്. വളർച്ചാ മനോഭാവം സ്വീകരിക്കുക. നിങ്ങളുടെ പരിമിതമായ വിശ്വാസങ്ങളെ മറികടക്കുക. നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് മുൻഗണന നൽകുക. ഇന്ന് ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി. ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമാണെന്ന് തോന്നിയാൽ വ്യക്തിഗത വികസനത്തെയും മാനസികാരോഗ്യത്തെയും കുറിച്ചുള്ള കൂടുതൽ ഉള്ളടക്കങ്ങൾക്കായി ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആരോഗ്യകരവും വിജയകരവുമായ ഒരു ജീവിതത്തിലേക്കുള്ള ഈ യാത്ര നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. അടുത്ത തവണ കാണും വരെ പോസിറ്റീവായി ഹാപ്പി ആയിരിക്കുക.